ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, കൊച്ചുകൂട്ടുകാരെ, ഉദ്ധാന തിരുനാൾ ആഘോഷിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ വിചിന്തനത്തിന് എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. തൻ്റെ ശിഷ്യന്മാരെ ചില ചുമതലകളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ പോകുന്ന അവസാനത്തെ രംഗം. ഉദ്ധാനത്തിന് ശേഷം ക്രിസ്തുനാഥൻ പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ ഓർത്തെടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഭയപ്പെടേണ്ട, കരയരുത്, യുഗാന്ത്യം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഈ വാക്കുകളൊക്കെ ഒരു റിട്ടൺ ലാംഗ്വേജാണ്, എഴുത്തുഭാഷയാണ്. നമ്മുടെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഒരു ഭർത്താവും പറയില്ല, നീ കരയരുത്, യുഗാന്ത്യം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഒരു ഭാര്യയോടും ഭർത്താവ് പറയില്ല. മറിച്ച് പറയുന്ന ഭാഷ വേറെയായിരിക്കും. വിഷമിക്കണ്ടടി, ഞാനില്ലേ കൂടെയും. സ്നേഹമുള്ളവരെ, ഒരു വിശ്വാസി ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏക ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. 900 സങ്കടങ്ങളുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ, അല്ലേ? ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഈ സങ്കടങ്ങളൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത്, നീ വിഷമിക്കണ്ടടാ, ഞാനില്ലേ കൂടെ എന്നുള്ളൊരു വാക്കാണ്. എനിക്ക് തോന്നുന്നു ദൈവത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ നിന്നും നമ്മൾ കേൾക്കുവാൻ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന വാക്കുകളും ഇത് തന്നെയാണ്. നീ വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെയെന്ന്. പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞു വന്ന് കയറി വരുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വാക്കുകൾ ഇതാ: ഇത്തവണ ഇങ്ങനെ പോയിക്കോട്ടെ, അടുത്ത തവണ നമുക്ക് ശരിയാക്കാം. അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് ഭാര്യയ്ക്ക് ഈ വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഭർത്താവിന് ലഭിക്കുന്ന ആശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഉദ്ധാനത്തിന് ശേഷം ക്രിസ്തുനാഥൻ പറഞ്ഞ വാക്കുകൾ ഇതാണെങ്കിൽ നമ്മുടെ വീട്ടകങ്ങളിൽ എപ്പോഴും മുഴങ്ങി കേൾക്കേണ്ട വാക്കുകളും ഇത് തന്നെയായിരിക്കണം. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എപ്പോഴൊക്കെ നമ്മൾ ഈ വാക്കുകൾ നമ്മുടെ കുടുംബത്തിൽ മുഴങ്ങി കേൾക്കുവാൻ നമ്മൾ ഇടയാക്കുന്നുവോ, അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈസ്റ്റർ ആണ് എന്നുള്ളൊരു കാര്യം മറക്കരുത്. അപ്പോഴൊക്കെ ഈസ്റ്റർ ആണ്, അല്ലാതെ വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു തിരുനാളല്ല ഈസ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് മുമ്പിൽ നീ വിഷമിക്കേണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ഈസ്റ്ററിൻ്റെ സന്തോഷത്തിലാണ് എന്നുള്ളൊരു കാര്യം മറക്കരുത്. സ്നേഹമുള്ളവരെ, ഈ വാക്കുകൾ കൂടെ കൂടെ ഉച്ചരിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ടെന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് അത് കേൾക്കുവാനായിട്ട് അവകാശമുണ്ടെന്നും നമ്മൾ മറക്കരുത്. അങ്ങനെ ഈ വാക്കുകളൊക്കെ നമ്മുടെ വീട്ടകങ്ങളിൽ മുഴങ്ങി കേൾക്കട്ടെ. അങ്ങനെ കേൾക്കപ്പെടുമ്പോഴൊക്കെ നമ്മൾ ഉദ്ധിതനായ ക്രിസ്തു നൽകിയ സന്തോഷത്തിലാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് മറക്കാതിരിക്കാം. ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.